പുതിയതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇന്നലേക്ക് അല്ലെങ്കിൽ ഇന്നോ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഫിനിഷ് ചെയ്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അപ്രൂവ് ആയിരിക്കുന്ന വ്യക്തികൾ, മോണിറ്റൈസേഷൻ കഴിഞ്ഞ് അപ്രൂവ് ആയിരിക്കുന്ന വ്യക്തികൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡൂൺസ്, എന്താണ് മോണിറ്റൈസേഷൻ ഓൺ ചെയ്യുക, ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്ക് അറിയില്ല. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആയിരിക്കും, ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വ്യക്തികളും ഈ വീഡിയോ എൻഡ് വരെ കാണുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോട്ട്സ് കമ്പൾസറി ആയിട്ട് എഴുതിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വേറെ ലെവലിലേക്ക് എത്തിയിരിക്കും. ഒരു ചെറിയൊരു സജഷൻ കൂടി പറയാനുണ്ട്. കൺസിസ്റ്റൻസി എപ്പോഴും ചാനലിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കലും ചാനലിലേക്ക് ലാഗ് വരുത്തരുത്. വീഡിയോസ് നമുക്ക് പറ്റുന്ന രീതിയിൽ കൺസിസ്റ്റൻസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒരു ദിവസം വൈറലാവും, പബ്ലിക്കിലേക്ക് എത്തും, ചാനൽ ഗ്രോ ആവും. സോ ഞാൻ അധികം സമയം വഹിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെ മോണിറ്റൈസ്ഡ് ആയിരിക്കുന്ന ചാനൽസിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആൻഡ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പഠിക്കാം, ഇംപ്ലിമെന്റ് ചെയ്യാം, എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാം. സോ കിടക്കാം വീഡിയോയിലേക്ക്. സോ ഗൈസ്, ഇത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സ്ക്രീനാണ്. ഇവിടെ നമ്മൾ മുകളിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി നമ്മളിപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഡിസ്ക്രിപ്ഷനിൽ ഒരു അപ്രോക്സിമേറ്റ് 5000 നമുക്ക് എത്ര വേണമെങ്കിൽ എഴുതാം. 5000 ആണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. ഇനി നമ്മൾ താഴേക്ക് പോയിട്ട് താഴെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ടാഗ്സ് കൊടുക്കാറുണ്ട്. പറഞ്ഞാൽ നമ്മൾ റാങ്ക് ആയിട്ട് ടാഗുകൾ ആദ്യം കൊടുക്കുക. ആദ്യം നമ്മുടെ ചാനലിൻ്റെ പേര് ടാഗായിട്ട് എഴുതുക. പിന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന, നമ്മുടെ സബ്ജക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡിൽ വരുന്ന കുറേ ടാഗ്സ് അവിടെ ഫില്ലപ്പ് ചെയ്യുക.
ഏകദേശം നമ്മൾ ടാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കാറ്റഗറി എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇതിപ്പം മോട്ടിവേഷൻ വീഡിയോ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കുക്കറിയൊക്കെ ആണെങ്കിൽ നമുക്കത് എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുപോയിടാം. ഇവിടെ കുറേ കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ പറയുന്ന വീഡിയോ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ആ കാറ്റഗറി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാൻ. ഓക്കെ, കാറ്റഗറി സെലക്ട് ചെയ്യുക. ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ തമ്പനെയിൽ ഡിസൈൻ ചെയ്യണം. തമ്പനെയിൽ ഓൾറെഡി ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തമ്പനെയിൽ എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ തമ്പനെയിൽ റെഡിയാണ്. ക്ലിക്ക് ചെയ്യുക. തമ്പനെയിൽ സെറ്റാക്കി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് ഇപ്പോൾ ഫസ്റ്റ് പേജിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം ഓക്കെയാണ്. നമ്മളിനി നെക്സ്റ്റ് അടിക്കുന്നു. അപ്പം പുതിയതായിട്ട് മോണിറ്ററൈസ്ഡ് ആയിരിക്കുന്ന ചാനലിന് ഈ ഒരു ടാബ്, ഈ മോണിറ്ററൈസേഷൻ എന്ന് പറയുന്ന ടാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന മോണിറ്ററൈസേഷൻ ഈ വീഡിയോയിലെ മോണിറ്ററൈസേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. സോ ഇത് ഓൺ ആക്കി ഇടുക, ഇത് ഡൺ ആക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും. ഇതിൽ താഴേക്ക് പോവുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്കൊരു ആഡ് സ്റ്റെബിലിറ്റി വരും. ആഡ് സ്റ്റെബിലിറ്റി വരുമ്പോൾ താഴെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, അഡൾട്ട് കണ്ടന്റ്, വയലൻസ്, ഷോക്കിംഗ് കണ്ടന്റ്, ഹാംഫുൾ ഡേഞ്ചറസ് ആക്ട്സ്, എനേബിളിംഗ് ഡിസോണസ്റ്റ് ബിഹേവിയർ, ഹെൽപ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് നൺ ഓഫ് ദിസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ പോയിട്ട് സബ്മിറ്റ് റേറ്റിംഗിന് വേണ്ടി ആഡ് സബ്മിറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഈ പറയുന്ന വായിച്ച കണ്ടന്റ് ഒന്നും അല്ല, പിന്നെ അത് ആഡ് സബ്മിറ്റ് റേറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം സബ് ടൈറ്റിൽസ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മുകളിൽ ഓട്ടോ സിങ്ക് കാണുന്നില്ലേ, ഓട്ടോ സിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ടൈം ലൈൻ നമുക്ക് ഇതനുസരിച്ച് വീഡിയോ അനുസരിച്ച് നമ്മളത് മാറ്റി ഇടുക. ഓക്കെ, ഇവിടെ വീഡിയോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നമുക്ക് ഈ പറയുന്ന കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന നമ്മുടെ സബ് ടൈറ്റിലിംഗ് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് കൊണ്ടുവരണം. ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇവിടെ കൊണ്ടിട്ടു, ഡൺ കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മലയാളത്തിലാണ് നമ്മുടെ വീഡിയോ ചെയ്യണമെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സബ് ടൈറ്റിൽ അത് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. വളരെ നല്ലൊരു സംഭവമാണ്. അതിൻ്റെ തൊട്ടടിയിൽ ആഡ് എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എൻഡ് സ്ക്രീൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഇവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വീഡിയോ ബെസ്റ്റ് വ്യൂവർ നമ്മുടെ ചാനലിൽ ഇത് കാണിക്കും. അതായത് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ഫിനിഷ് ആകുമ്പോഴായിരിക്കും എൻഡ് സ്ക്രീൻ വരുന്നത്. അതിൻ്റെ അടിയിലേക്ക് ഈ ടൈം ലൈൻ എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ടിടുക. എന്നിട്ട് ഇവിടെ ടിക്ക് അടിച്ചിട്ട് ഇതിനെ സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എൻഡ് സ്ക്രീൻ സേവ് ആയി കഴിഞ്ഞു. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് കാർഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അടിയിൽ വരുമ്പോൾ ഈ ആഡ് കാർഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിലിവിടെ ആഡ് കാർഡ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിങ്ങനെ വരും. ഇതിനകത്ത് നമ്മൾ ഏറ്റവും മുകളിൽ 4 ഓപ്ഷൻ ഉണ്ട്: വീഡിയോ, പ്ലേലിസ്റ്റ്, ചാനൽ, ലിങ്ക്. ഇവിടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്ലീസ് ഡു വാച്ച് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തു. നമ്മുടെ ഈ ടാഗ് ലൈൻ നമ്മളൊരു ഏറ്റവും ചുരുങ്ങിയൊരു ലെസ് ദാൻ ഒരു 15-20 സെക്കൻഡ്സിൽ നമ്മൾ കൊണ്ടിടുന്നു. സെക്കൻഡ്സ് ഒക്കെ ഇടുന്നു. അതിന് സേവ് കൊടുക്കുന്നു. ഓരോ വീഡിയോ അനുസരിച്ച് നമുക്കത് നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ നോക്കി ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. അത് ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് അടിക്കുക. ആഡ് സ്റ്റെബിലിറ്റി ഓക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കോപ്പിറൈറ്റ്സ് ചെക്ക് ഒക്കെ കഴിഞ്ഞു. എല്ലാം ഫിനിഷായി. നെക്സ്റ്റ് കൊടുക്കുക. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിൽ ക്ലിക്ക് ചെയ്യുക.
ആൻഡ് ചില ആൾക്കാർ അൺലിസ്റ്റഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യും, കുറേ വ്യൂസ് വന്നിട്ട് പബ്ലിക് ആകും. എങ്ങനെയായാലും നമ്മൾ പബ്ലിക്കിൽ പോയാലേ നമുക്കതുകൊണ്ട് കാര്യമുള്ളൂ. സോ ഇതൊക്കെ സെറ്റാക്കുക. ഞാനെപ്പോഴും പബ്ലിക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സംഭവം ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കും, ചെക്സ് കംപ്ലീറ്റഡ് നോ ഇഷ്യൂസ് കാണിക്കും, പബ്ലിഷ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ 2022 നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. മോണിറ്റൈസ് ആയിരിക്കുന്ന ചാനലിൽ ഈ ഒരു പ്രോസസ്സിലാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, സാധനം വന്നിട്ടുണ്ട്. 5.14 minutes ആണ് വീഡിയോയുടെ ഒരു ലെങ്ത്. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സായിട്ടും ഷെയർ ചെയ്യുക. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും എപ്പോഴും വേണം. ഞാനിതുപോലെ വളരെ വെറൈറ്റി ആയിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടാവും. താഴെ ഒരു മെമ്പർഷിപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ജോയിൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാം, ലൈഫ് ടൈം മെമ്പേഴ്സ് ആവാം. സോ മെമ്പേഴ്സ് ആവുക, മെമ്പർഷിപ്പ് എടുക്കുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും സേഫ് ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.